Welcome to Ooty. Nice to meet you. We are in Ooty. ഊട്ടിയിൽ ഒരു റിസോർട്ടിലെ വില്ലയിൽ സ്റ്റേ ചെയ്യുന്ന ഒരു ഫുൾ ഹോം ടൂർ ഞാൻ കാണിക്കാം. ബട്ട് ഫസ്റ്റ് ഇവിടെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. പുറത്ത് ഇങ്ങനെ ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട്. അപ്പോൾ വി ഓൾ ആർ ചില്ലിങ് ഫ്രം ഹിയർ. ഓക്കെ. ആൻഡ് നമുക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ ഗ്ലാസ് ഹൗസിൽ എല്ലാവരും ഉള്ളത്. നമുക്ക് മതിയാകുന്നില്ല. നല്ല രസമുണ്ട്. എന്റെ മോനെല്ലാം ഞാൻ ഫുൾ കവർ ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അവിടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പുറം. ഇന്ന് ഊട്ടിയിൽ 12 ഡിഗ്രി സെൽഷ്യസാ. അത് ജാക്കറ്റ് ഇടാത്തോണ്ട് അവൾക്ക് ജാക്കറ്റ് ഒന്നും വേണ്ട. സിഗ്മയായിട്ട് നടക്കുന്നു. എനിക്കതൊന്നും വേണ്ട. ഞാൻ എല്ലാത്തിനും ഞാൻ സ്ട്രോങ് ഗേളാണ്. കണ്ടാലും മതി. ഗൈസ് വി ആർ ചില്ലിങ്. ഇതിന് ഗ്ലാസ് ഹൗസ് എന്നല്ലേ പറയാ. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമ്പ് ഫയറെല്ലാം സെറ്റ് ചെയ്തിട്ട് ബീജെല്ലാം വെച്ച് ഡാൻസ് കളിക്കണേനും നേനും വിചാരിച്ചേ. പക്ഷെ തണുത്ത് മരവിച്ചിട്ട് എങ്ങനെയെങ്കിലും ബോഡി ചൂടാക്കിയാൽ മതി ഇതുണ്ടായിട്ടുള്ളൂ. ലാസ്റ്റ് ചൂടിന്റെ വില മനസ്സിലാകുന്നില്ല. തണുക്കുമ്പോ നാട്ടിൽ നിന്ന് ചൂടെടുത്താല് ഭയങ്കര കുൽമലിക്കും. കാണുന്നില്ല. ഇതാണ് നമ്മൾ നിൽക്കുന്ന വില്ല. നല്ലൊരു വില്ല ടൂർ കാണിച്ചു തരാം. പോണേ. ഓ ഷിറ്റ്. കേരിവാടിങ്ങനെ എന്നിട്ട് ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ മൂത്തപ്പറ്റ റൂം. ഡൈനിങ് റൂം സെറ്റപ്പ് അല്ല. ഒരു റോയൽ ഫീലിംഗ് എല്ലാം വരുന്നില്ലേ ഇവിടെ വന്നാല്. ഇനി ഇങ്ങ് വന്നാല് ഇത് ഞാനും പച്ചയും കിടക്കുന്ന റൂം. ഇതാണ് നമ്മളെടുത്ത റൂം. ഓക്കെ. ഇനി ഇപ്പറൊരു റൂമുണ്ട്. തണുത്തേറ്റ് ഇതൊരു റൂം. ഇത് മേലെ വന്നിട്ടുണ്ട്, താഴത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ 2 റൂമും കൂടി. ഓക്കെ. ഓ സെറ്റ് മസാ അടിപൊളിയല്ലേ. വരുന്നേ. ശരിക്കും പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ മുഖം അങ്ങനെ ഇല്ല. ഊതി കളിക്കും. Kalamakkai and chaya in this hot weather, sorry, cold weather. ഊട്ടി ഹേ ഓൾ എന്തല്ല. അപ്പോൾ എല്ലാവരും കണ്ടതുപോലെ നമ്മൾ ഊട്ടിയിലൊരു വില്ല എടുത്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്ന. നാളെ രാവിലെ റീൽസ് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ പുതിയിട്ട് വന്നതാണ്. ഈ മഞ്ഞല്ല, ഫ്രോസ്റ്റ് അങ്ങനെ ഞാൻ പറയാൻ തോന്നുന്നു. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഫാമിലിയായിട്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലിയായിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ നാളെ രാവിലെ പോയാൽ എന്താവുമെന്നറിയില്ല. ബട്ട് വി ആർ എക്സൈറ്റഡ്. മോനെ
നമ്മൾ മസന കൂടി വയ്യ ഊട്ടി വന്നേ. ആ റീല് ട്രെൻഡായ സമയത്തൊന്നും വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ നല്ല റോഡാ, നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. മാനിനെ കണ്ട്, പിന്നെ എന്തിനേനും കണ്ട്, വേറെ എന്തിനെല്ലോ കണ്ടിട്ടുണ്ട്, വീഡിയോയിലിടാം. മാന്യം അങ്ങനെ മാന്ന മയിലിന മങ്കിന അതിനെല്ലാം കണ്ട്. 6:30 മണിയായത്. നമ്മള് രാവിലെ തന്നെ എണീച്ചിട്ട് ഇങ്ങനെ ഫ്രോസ്റ്റ് കാണാൻ ഇറങ്ങിയാരോ. തലക്കുന്തിയാണ് മെയിൻ സ്പോട്ട്. റീൽസിലെല്ലാം ട്രെൻഡായ സ്ഥലം തലക്കുന്തിയ. അവിടെ പോകുന്ന വഴിക്കാന്ന് നമ്മൾ ഈ ഒരു പ്ലേസ് കണ്ടിട്ട് ഇവിടെ ഇറങ്ങി. ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, ഫ്രോസ്റ്റും കണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി. ഞാൻ ഫസ്റ്റ് ടൈമായി ഈ മഞ്ഞെല്ലാം കാണുന്നത്. ആൻഡ് വായിലോട്ട് പുക പോകുന്നതെല്ലാം ആദ്യമായിട്ടാ. അതിന്റെ കുറച്ച് എക്സൈറ്റ്മെന്റിലുള്ള കാട്ടിക്കൂട്ടെല്ലാം നിങ്ങൾ ഈ കാണുന്നത്. ഈ ആവി പുറത്ത് ഊതി വിടുന്നതല്ലോ, അതിന്റെ ഒരു ഭാഗമാണ്. തണുക്കുന്നു. ചൊരണ്ടി എടുത്ത് ഹലോ ഇതാ ഇത് കുതിരിന്റെ ഇതുവരെ ഐസൈപ്പ് കൊള്ളിമലെല്ലാം മഞ്ഞ് എന്നെടുക്കാൻ പറ്റുമോ? കിട്ടുന്നില്ല. തണുക്കുന്ന കാറിന്ന് ഫസ്റ്റ് പുറത്തിറങ്ങുമ്പോ ഓക്കേനോ, പുറത്തന്നെ നിക്കുമ്പോ ഇല്ലേ അവാ തണുത്ത് മരവിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കാണ്ട് വേഗം തലക്കുന്തലേക്ക് പോന്ന. ബിക്കോസ് മെയിൻ വ്യൂ അവിടെയാണുള്ളത്. ആൻഡ് നോക്ക് അടുത്തേക്ക് പോകുന്നതിന്റെ റഷ് നോക്ക്. ഇവിടെ ഫുള്ള് മലയാളീസ് അവിടെ ഉള്ള. ഏടെ തിരിഞ്ഞാലും മലയാളീസ്. ആടെയാന്ന് കാണേണ്ട സീൻ. ഷാടെത്തണ്ടിക്കലല്ലോ ഇത് അങ്ങല്ലേ. എത്തണം. ഇപ്പറേക്കും മറ്റേ റീലിൽ കാണുന്നില്ല വെള്ളം പൊട്ടിക്കുന്നേ, അത് ഇതാ തോന്നുന്നു. ഇടിയാതെ കാറ് പാർക്ക് ചെയ്ത് വെച്ചിട്ട് നടന്നിട്ട് പോയി കാണാന്ന് വിചാരിച്ചാല് കുട്ടികളുള്ളോണ്ട് അതും ഈസി അല്ല. പിന്നെ പണ്ടത്തെ പോലെ സിംഗിൾ അല്ലല്ലോ, കുട്ടിയുണ്ട്, വയസ്സായി. ഒന്ന് കുനിയുമ്പം തന്നെ എല്ലാവരും വേദനയും. നമ്മള് രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് ഇറങ്ങാൻ 6 മണി കഴിഞ്ഞ്. ഇതിനും കുറച്ചുകൂടി നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫോഗലായിട്ട് ഇതിലും ഈ കാണുന്നതിനെക്കാട്ടി അടിപൊളി വ്യൂ കിട്ടുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുട്ടികളെല്ലാം നേരത്തെ ഇറങ്ങാൻ പറ്റൂല. പിന്നെ ഈ ട്രാഫിക്കിലും കൂടി പെട്ടിട്ട് ഇങ്ങ് എത്തുമ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയി. ശരിക്കും ആ ഫോഗിലുള്ള ഒരു വ്യൂ കിട്ടാനേനു ആഗ്രഹിച്ചത്. പക്ഷെ ഈ വെയിലത്ത് കാണാനാ വിധിച്ചത്. പക്ഷെ കണ്ടല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെ ഫൈനലി ഒരു പാർക്കിംഗ് ഇട്ട് നമ്മൾ ഇറങ്ങിയ സമയം 7:40. സ്ഥലത്തിന്റെ പേര് തലക്കുന്ന്, പക്ഷെ എത്താൻ കുറെ കഷ്ടപ്പാടാ. ഇപ്പൊ ഇവിടെ എൻട്രി എല്ലാം റെസ്ട്രിക്റ്റഡാ. ഞാനിപ്പൊ നിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് എൻട്രി ഇല്ല, അലൗഡ് അല്ല. പോലീസിന്റെ കൽബിട്ടും. രാവിലെ എണീച്ചിട്ട് എങ്ങനെയല്ല ഇവിടെ എത്തിയെന്നുള്ളത് എനിക്കെന്നെ അറിയില്ല. സത്യം പറഞ്ഞാൽ കുളിച്ചിട്ട് വേറെ ഇല്ല. എണീറ്റ് എൻ്റെ മോനെ എടുത്തിട്ട് ഞാൻ കാറിലേക്ക് ഒരു ഓട്ടോ ഓടി. ഞാൻ ഹീറ്റർ ഓൺ ആക്കിയിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. ബട്ട് കാറ് വരെ ഐസും കട്ട പോലെയായി, ഇരിക്കാൻ വരെ പറ്റുന്നില്ലേനു. ലാസ്റ്റ് നെച്ചി കൊണ്ടെത്തുന്ന ഒരു ഗ്ലാസ് സുലൈമാനി കുടിച്ച് തരാൻ കുറച്ചൊന്ന് ആശ്വാസം കിട്ടി. നമ്മൾ റൂമിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങിയിട്ട് ഈ കാണുന്ന ഈ വ്യൂ പോയിന്റിലെത്താൻ 7:40 ആയിരുന്നു. ബിക്കോസ് അത്രയ്ക്ക് റഷ് ഉണ്ട്. അപ്പോൾ ഒരു 6 മണിക്കെല്ലാം ഈ വ്യൂ കാണണമെങ്കിൽ നല്ല റഷ് ആയിരിക്കും. പ്രിറ്റി ഷുവർ. ബിക്കോസ് അത്രയ്ക്ക് ആൾക്കാർ തിരക്കുവാന്ന് ഈ ഒരു വ്യൂ കാണാനാടാ. ഇപ്പോൾ 8 മണിക്കിടെ 2 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പോൾ ഇതിന് നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഞാൻ ഐസും കട്ടിയായി പോവേനു. ജോക്സ് അപ്പാർട്ട്, ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഒരു 10 times ബെറ്റർ ആണ് നേരിട്ടിട്ട് കാണുമ്പോൾ. ലൈക്ക് അടിപൊളി, ലൈക്ക് എന്താ പറയുക, അടിപൊളി. മീൻ കുളിക്കാണ്ട് വന്നതും ഉറക്കൊഴിച്ചിട്ട് വന്നതും എല്ലാം വേർത്താണ്. വേർത്ത് എന്ന് പറഞ്ഞാൽ വേർത്തിട്ട് വേർത്ത്. വായിന്നെല്ലാം പുക വരുന്നത്. ഹൂക്കിയ ഒന്നും കാണുന്നില്ല. ആടുന്നാക്ക്
ആ എനിക്ക് കാണുന്നുണ്ട് കണ്ടിന്. ഓ തെറ്റ്. ഇത് നമ്മളെ ലാസ്റ്റ് മുതലേ ഇനി ഓതുന്ന വീഡിയോ ഒന്നുമില്ല. ഞാൻ മാക്സിമം ഓതുന്ന വീഡിയോ എല്ലാം ഇട്ടിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി റൂമിൽ പോകണം, ഫ്രഷ് ആവണം, എന്തെങ്കിലും ഞണ്ണണം, എന്നിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം. ഇപ്പം നമ്മൾ ഇന്നത്തെ സ്റ്റേയുടെ കഴിഞ്ഞ് ചെക്കൗട്ട് ആകുന്ന ഓ പുറത്തത്തെ വ്യൂ കാണിച്ചു തരാം. പൈൻ ഫോറസ്റ്റിലേക്കുള്ള റഷ് നോക്ക്. ഈ മഞ്ഞ് കാണാൻ വന്ന എല്ലാവരും ഇവിടെ അത്രക്ക് ആളും തിരക്കും പോലീസ് എല്ലാം ആയിരുന്നു. ആദ്യം പൈൻ ഫോറസ്റ്റ് കയറാൻ പ്ലാൻ ആക്കിയത്, പക്ഷെ ഈ തിരക്ക് കണ്ടിട്ട് അതെന്തായാലും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മലബാർ ഫാമിലി റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നല്ല മസാല ദോശയെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പൈക്കാറ വാട്ടർഫാൾസ് കാണാൻ വന്നു. നടക്കാൻ പിന്നെ നമുക്ക് പണ്ടേ മടിയാണല്ലോ, അതുകൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് വാട്ടർഫാൾസിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അത് നമ്മൾ ഈക്കോ ക്യാബ് പിടിച്ചിട്ട് വന്നു. ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗൈസ്, എന്ത് മുഞ്ചല്ലേ ഇത്, ബ്യൂട്ടി ഓഫ് ദി നേച്ചർ, എന്ത് രസമാണ് കാണാൻ തന്നെ. ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ഊട്ടിയിൽ വരുന്നത്. ഫസ്റ്റ് എത്തിന് ഞാൻ പൈൻ ഫോറസ്റ്റിലും ഹങ്കർ ഫോർഡിലും പോയത്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ പൈക്കാറ വാട്ടർഫാൾസിൽ വരുന്നത്. പൊരിഞ്ഞ വെയിലാണ് ഗൈസ്, പൊരിഞ്ഞ വെയിൽ. തണുപ്പുണ്ട് വെയിലുണ്ട്, പക്ഷെ വെയിൽ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വേഗം കണ്ട് നമ്മൾ തിരിച്ചു പോകാം. എന്നെ കൊണ്ട് ഇത്രയും പറ്റും. മോനും കൂടി ഉള്ളതുകൊണ്ട് അതും കൂടി നോക്കണ്ടേ, ഒറ്റക്കല്ലല്ലോ ഞാൻ. വെയിൽ ഓ, കാറ് പാർക്ക് ചെയ്തിട്ടടുത്തേക്ക് ഹാഫ് കിലോമീറ്റർ നടക്കാനുണ്ട്. സോ വി ടുക്ക മറ്റേ ഈക്കോ ക്യാബില്ലേ അതെടുത്തിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് കുറേ സ്റ്റെപ്പുണ്ട്. എന്താ അങ്ങനെ ഇങ്ങത്തോളം സ്റ്റെപ്പുണ്ട്, അതെല്ലാം എറിഞ്ഞ് വരണോ, ക്ഷീണിക്കും, വെരി 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 ക്ഷീണിക്കും. രാവിലെ തണുത്തിട്ടാണ് സഹിക്കാൻ പറ്റാത്ത, ഇപ്പൊ വെയിലടിച്ചിട്ട് സഹിക്കുന്നില്ല. അടിപൊളിയാണ് സംഭവം, അടിപൊളിയാണ്, പക്ഷെ പറ്റുന്നില്ല നിൽക്കാൻ. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇങ്ങ് വന്നതാ. 1 hour ട്രാവൽ ഉണ്ട്. അല്ലോ കയറി 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 കതച്ചു പോയി, ശ്വാസം കിട്ടുന്നില്ല. ഹലോ ആ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ട് ഇങ്ങ് വന്നതാ. ഹലോ മസിലി. പറ്റുന്നില്ല. പാച്ചിലൊത്തിരി എടുത്തിട്ട് ഓടി. മേലെ എത്തുമ്പോഴത്തേക്ക് തിന്നതെല്ലാം തേച്ചു പോവുകയും ചെയ്യും, തൊണ്ടയെല്ലാം വയ്ക്കും. മങ്കിണ്ട് ഇവിടെ കുറെ കാണിച്ചാൽ. എങ്ങനെയുണ്ട് നെസ്രി? ഇത് തേച്ചെറുക്കി താഴെ പോയിട്ട് ഇതാ വന്നിട്ടിതാ എത്തിച്ചതാ. അങ്ങനെ എൻ്റെ ഊട്ടി വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ ഇത്രയും നേരം സഹിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയും ഓരോന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല. അപ്പോൾ ലാസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കൂലല്ലേ. അപ്പോൾ ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.